എൻ്റെ അമ്പൂന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഫുഡാണ് ഈ മാഗി യിപ്പിയൊക്കെ. പക്ഷേ ഓനതിപ്പോൾ കഴിക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ ഈ മാഗി ക്യൂബ് ഇട്ട ഭക്ഷണങ്ങളൊന്നും ഓന് കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഓന് വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ വീട്ടിലൊരു ദിവസം ഉണ്ടാക്കി നോക്കിയിട്ട് സക്സസ് ആയൊരു വീഡിയോ ആണിത്, നൂഡിൽസിൻ്റെ. അപ്പോൾ അതിന് വേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് പച്ചക്കറികൾ മതി. മക്കൾക്ക് വെള്ളയിലെത്തുമല്ലോ പച്ചക്കറികളൊക്കെ. അപ്പോൾ അതുകൊണ്ട് പച്ചക്കറികൾ ഇട്ടത്, അല്ലാണ്ട് അത് വേവിച്ച് കൊടുക്കുക. അപ്പം ഞാനെടുത്തത് കുറച്ച് ക്യാപ്സിക്കം, ക്യാരറ്റ്, ക്യാബേജൊക്കെയാണ്. അപ്പോൾ കുറച്ച് ക്യാപ്സിക്കം എടുക്കുക. ഞാൻ 3 കളറും എൻ്റെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് റെഡും ഇതൊക്കെ, റെഡും യെല്ലോയും ഗ്രീനും ഉണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല നൈസാക്കി അരിയുക. നല്ല കട്ടില്ലാതെ, തീരെ കട്ടില്ലാതെ അരിഞ്ഞെടുക്കുക. പിന്നെ ടേസ്റ്റിന് വേണമെങ്കിൽ ഒരു ഇത്തിരി സ്പ്രിംഗ് ഓണിയനും അരിഞ്ഞെടുത്തേക്കുക. വേണമെങ്കിൽ മതി, ഓപ്ഷണലാണ്. വേണമെങ്കിൽ എടുത്താൽ മതി. അത് ചെറുങ്ങനെ അങ്ങനെ കട്ടില്ലാതെ അരിഞ്ഞ് വെക്കാം. അത് കഴിഞ്ഞാൽ ക്യാബേജ്, അതും ഇതേപോലെ തന്നെ തീരെ കട്ടില്ലാതെ അരിയാം. ക്യാരറ്റും കട്ടില്ലാതെ അരിഞ്ഞ് വെക്കാം. നമ്മൾ ഇത് ഉണ്ടാക്കൂലേ ഫ്രൈഡ് റൈസൊക്കെ, അതേപോലെ അരിഞ്ഞിട്ട് നൈസാക്കി അരിഞ്ഞിട്ട് എടുത്ത് വെക്കാം. ഇതെല്ലാം കൂടി ഒരു പാത്രത്തിൽ നമുക്ക് എടുത്ത് വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് കുറച്ച് ഓയിലും കുറച്ച് ഉപ്പും ഇട്ടിട്ട്, നമ്മൾ നൂഡിൽസിൻ്റെ പാക്ക് വാങ്ങിയതാട്ടോ, ആ വാങ്ങിയ പാക്ക് അതിലേക്ക് ഇട്ടിട്ട് നല്ലോണം വേവിച്ചിട്ട് അത് വെള്ളം പോക്കിയിട്ട് എടുത്ത് വെക്കുക, മാറ്റി വെച്ചേക്കുക. നല്ല വേവിച്ചതിൻ്റെ ശേഷം മക്കൾക്ക് കൊടുക്കാനുള്ള നല്ല വേവിക്കണം കേട്ടോ അത്. പിന്നെ പൊടികളൊക്കെ ആയിട്ട് എടുത്തത് കുറച്ച് കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് സോയാ സോസ്, ടൊമാറ്റോ സോസ്, 3 എഗ്ഗും ക്വാണ്ടിറ്റി അനുസരിച്ച് എടുത്താൽ മതി. നൂഡിൽസ് എത്ര എടുക്കണേ വെച്ചാൽ അതിനെടുത്താൽ മതി. ഇതിപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഉണ്ടാക്കിയത് കൊണ്ടാണ് 3 എഗ്ഗ് എടുത്തത്. അപ്പോൾ ആദ്യം ഈ വെജിറ്റബിൾസൊക്കെ കൂടി ഇതിലേക്ക് ഇട്ടിട്ട് സ്പ്രിംഗ് ഓണിയൻ ഇടാതെ ബാക്കി എല്ലാം കൂടി ഒരുമിച്ചിട്ടിട്ട് ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക. അത് വഴറ്റിയതിൻ്റെ ശേഷം കുറച്ച് ടൊമാറ്റോ സോസും സോയാ സോസും ഇട്ടിട്ട് നല്ലോണം ഒന്നും കൂടി മിക്സ് ചെയ്യുക. കുറച്ച് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്തൊന്ന് വാടി വരുമ്പോൾ കുറച്ച് കുരുമുളക് പൊടി, ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ മിക്സ് ഒന്ന് നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നടുക്ക് ഒരു 3 കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കാം. എന്നിട്ട് അത് നല്ലോണം ഇങ്ങനെ മാരി ആക്കുക. പിന്നെ ചിക്കന് വേണമായിരുന്നു, അത് വേണമെങ്കിൽ എടുത്താൽ മതി. ഞങ്ങളൊരിത്തിരി ടേസ്റ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട് എടുത്തതാണ്. അത് ചിക്കൻ കുരുമുളകും ഉപ്പും ഇട്ടിട്ട് വേവിച്ച് വെച്ചിട്ട് പിച്ചി വെച്ചതാണ്. അതും അതിലിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ച നൂഡിൽസും ഇട്ട് സ്പ്രിംഗ് ഓണിയനും ഇട്ട് ഇളക്കി വെക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി നൂഡിൽസാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക.